വഖഫ് നിയമ ഭേദഗതി ബിൽ ചർച്ചയിൽ പങ്കെടുക്കാത്തതിൽ പ്രിയങ്ക ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ സമസ്ത മുഖപത്രം സുപ്രഭാതം. പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ എത്താത്തതിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്. മുസ്ലിങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ BJP ബുൾഡോസർ ചെയ്യുമ്പോൾ പ്രിയങ്ക ഗാന്ധി എവിടെയായിരുന്നു എന്ന ചോദ്യം പ്രസക്തം എന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. സമീർ, പ്രിയങ്ക ഗാന്ധി എവിടെ പോയി എന്നതിൽ ഇന്നലെ തന്നെ വിശദീകരണം വന്നിരുന്നുവല്ലോ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്, എന്നിട്ടും വിമർശനമാണല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ സമീർ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മതന്യൂനപക്ഷങ്ങൾ വലിയ ആശങ്കയിലാണ്. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു ഘടകമാണ് വഖഫ് നിയമ ഭേദഗതി എന്നാണ് ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവരെല്ലാം തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എതിർത്ത് ഉള്ള ഓരോ വോട്ടും വളരെ പ്രധാനമാണ്. ആ വേളയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള നടപടികൾ നടക്കുമ്പോൾ ആ ചർച്ചയിൽ പങ്കെടുക്കാനോ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്യാനോ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള വയനാട് MP ലോക്സഭയിൽ എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയായിക്കൊണ്ട് സംസ്ഥ കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് വയ്ക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സംസ്ഥയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിൽ അതിൻ്റെ എഡിറ്റോറിയൽ വന്നിരിക്കുന്നത്. ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ എവിടെയായിരുന്നു വയനാട് MP? അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ കുറച്ചുകൂടെ കാര്യഗൗരവത്തോട് ഇടപെടേണ്ടതായിരുന്നു. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കടന്നുകയറ്റം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു. ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണ് ഉണ്ടാകുന്നത്. അത്തരം വേളയിലൊക്കെ തന്നെ അതിനെ ചെറുത്തു നിൽക്കേണ്ടതിൻ്റെ ഒരു ബാധ്യത കോൺഗ്രസിനുണ്ട്. മതന്യൂനപക്ഷങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസിനെ കാണുന്നത്, അതിൻ്റെ നേതാക്കളെ കാണുന്നത്. അത്തരമൊരു ഘട്ടത്തിലാണ് ഈ വിപ്പ് പോലും ലംഘിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇവർ മാറി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ആ ഒരു അഭാവം വലിയ ഒരു കളങ്കമാണ്. അതിനെ ഒരിക്കലും ന്യായീകരിക്കാനാകില്ല എന്നാണ് സുപ്രഭാതത്തിൽ വന്നിരിക്കുന്ന എഡിറ്റോറിയൽ. ഉന്മേഷ്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.